CPMന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണികൾ ഓരോന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാണി ഇന്ന് അടിച്ചു കയറ്റി. കൊട്ടാരക്കര മുൻ MLA CPMന്റെ അനിഷേധ്യയായ നേതാവ് 3 തവണ തുടർച്ചയായിട്ട് കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച സർവോപരി കൊട്ടാരക്കര എന്നാൽ ആർ ബാലകൃഷ്ണപിള്ള എന്നാൽ കൊട്ടാരക്കര എന്ന ഒരു തിട്ടൂരത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യത്തിന് അവസാനം കുറിച്ച അതിന് ചരമക്കുറിപ്പ് എഴുതിയ ഒരു നേതാവ്, അതാണ് ഐഷ പോറ്റി. ആ ഐഷ പോറ്റി ഇന്ന് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു, UDFിൽ ചേർന്നിരിക്കുന്നു. ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, CPM അവരുടെ ചരിത്രത്തിലെ അവരുടെ അന്ത്യവിശ്രമത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി ഉപ്പുവെച്ച കലം പോലെ നശിക്കും എന്ന് പണ്ടാരോ പറഞ്ഞത് അർത്ഥവത്തായി കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് കേരള രാഷ്ട്രീയം കാണുന്നത്. എന്തായാലും UDF പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വിസ്മയം ഇതാ ആരംഭിച്ചിരിക്കുന്നു. അത് വളരെ കൃത്യമായി ഐഷ പോറ്റിയിലൂടെ ആ വിസ്മയം കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു. ഇനി ഏതൊക്കെ വിസ്മയങ്ങൾ കോൺഗ്രസിലും BJPയിലും എത്താനുണ്ട് എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ LDFിന് വേണ്ടി CPMന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ഘോരഘോരം സംസാരിക്കുന്ന, CPMനെ പ്രതിരോധിക്കുന്ന, CPMന് വേണ്ടി പ്രത്യാക്രമണം നടത്തുന്ന റെജി ലൂക്കോസ് എന്ന ഒരു വക്താവ്, CPMന്റെ വക്താവ് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള റെജി ലൂക്കോസ് CPM വിട്ട് CPMന്റെ സഹയാത്ര അവസാനിപ്പിച്ച് BJPയിൽ ചേർന്ന കാഴ്ച കണ്ടു. അദ്ദേഹവും പറഞ്ഞത്, ഞാൻ മടുത്തു, എനിക്ക് നുണ പറഞ്ഞും കള്ളം പറഞ്ഞും CPMനെ ഇങ്ങനെ പ്രതിരോധിച്ചും ഞാൻ മടുത്തു. വികസന രാഷ്ട്രീയമാണ് വേണ്ടത്, അല്ലാതെ ഈ വികസന വിരോധ രാഷ്ട്രീയമല്ല ആവശ്യം. അത് കേരളത്തിനൊരു ഗുണം ചെയ്യില്ല. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകും? ഇനിയെങ്കിലും എനിക്ക് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ BJPയിൽ ചേർന്നത് എന്നാണ് റെജി ലൂക്കോസ് പറഞ്ഞത്. സമാനമാണ് ഐഷ പോറ്റിയുടെയും അവസ്ഥ. 2006 അവർ സംസ്ഥാന നിയമസഭയിലേക്ക് കൊട്ടാരക്കര നിന്ന് മത്സരിക്കുമ്പോൾ ആരും അത്ഭുതങ്ങളൊന്നും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം കൊട്ടാരക്കരയുടെ MLA ആർ ബാലകൃഷ്ണപിള്ളയാണ്. അതിനു മുമ്പ് അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു. അന്ന് ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായ ഐഷ പോറ്റിയോട് ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞാണ് അവരെ പലരോടും പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2006 നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഈ ഐഷ പോറ്റി അവിടെ ബാലകൃഷ്ണപിള്ളയെ വീഴ്ത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു. CPMന്റെ തുറുപ്പ് ചീട്ടായിരുന്നു. ആ VS തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തിരഞ്ഞെടുപ്പിൽ സർവ അടവുകളെയും, ബാലകൃഷ്ണപിള്ളയുടെ സർവ അടവുകളെയും തറപറ്റിച്ചുകൊണ്ട് ഐഷ പോറ്റി നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നു. അവിടെ ആർ ബാലകൃഷ്ണപിള്ളയെ ഈ പോറ്റി മലർത്തിയടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് അങ്ങനെ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ ഐഷ പോറ്റി പിന്നീട് തുടർച്ചയായിട്ടും 2 തവണ കൂടി, അതായത് ആകെ 3 തവണ ഹാട്രിക് ജയത്തോടുകൂടി 2021 വരെ MLA ആയിട്ട്, കൊട്ടാരക്കരയുടെ MLA ആയിട്ട് തുടർന്നു. ഈ 2006 ജയിച്ചു വന്നപ്പോഴാണ് അവർ കൊട്ടാരക്കരയിൽ ഒരു ബൈപ്പാസ്, കൊട്ടാരക്കര നഗരത്തിൽ കയറാതെ കൊട്ടാരക്കര നഗരത്തിന് പുറത്തുകൂടി യാത്ര ചെയ്ത് കൊട്ടാരക്കര നഗരത്തിനുള്ളിലെ തിരക്ക്, ശ്വാസം മുട്ടിക്കുന്ന വാഹന ഗതാഗത തിരക്ക് കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ കൊട്ടാരക്കര പുറത്തുകൂടി, ടൗണിന് പുറത്തുകൂടി ഒരു ബൈപ്പാസ് ആസൂത്രണം ചെയ്തത് തുടങ്ങി നിരവധി പദ്ധതികൾ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി അവർ കൊണ്ടുവന്നു. ജനകീയയായ MLA എന്ന പേര് വളരെ വേഗം നേടി. അതുകൊണ്ട് തന്നെ 2011 അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അവർ വിജയിച്ചു വന്നു കൊട്ടാരക്കരയിൽ. 2016 അത് ആവർത്തിച്ചു. 2016 വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കൊട്ടാരക്കരയിലെ വോട്ടർമാർ അവരെ നിയമസഭയിൽ എത്തിച്ചത്. എന്നാൽ 2006 ജയിച്ചു വന്ന അവരെ 2011 മുതൽ വെട്ടാനാണ് CPMന്റെ ജില്ലാ പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചത് എന്നത് ഏറ്റവും വലിയ വൈരുദ്ധ്യമായി നമുക്ക് തോന്നും. പക്ഷേ അതാണ് സത്യം. കാരണം
ഈ ജനകീയയായ MLA തൻ്റെ മുന്നിലെത്തുന്ന മനുഷ്യരെ മാത്രമേ കണ്ടുള്ളൂ. അവരുടെ രാഷ്ട്രീയം, അവരുടെ ജാതി, അവരുടെ മതം, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. തൻ്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന കൊട്ടാരക്കരയിലെ ഒരു വോട്ടർ, ആ വോട്ടർക്ക് എത്രയും വേഗം ആശ്വാസം എത്തിക്കുക, അതായിരുന്നു ഒരു MLA എന്ന നിലയ്ക്ക് അവർ തൻ്റെ കർത്തവ്യമായി കണ്ടിരുന്നത്. നമ്മൾ സാധാരണ സിനിമകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മാതൃകകളെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളോടൊപ്പം ജനകീയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ, ഇവരെയൊക്കെ നമ്മൾ സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ കൊട്ടാരക്കരയ്ക്ക് അത് നേർസാക്ഷ്യമാണ്. ഈ ഐഷ പോറ്റി എന്ന MLA കൊട്ടാരക്കരയുടെ ജനകീയയായ MLA ആയിരുന്നു. 2006 വിജയിച്ചു വന്ന അവർ 2011 അവരെ മത്സരിപ്പിക്കരുത് എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല. അന്ന് VS അടക്കമുള്ളവരുടെ ശക്തമായ പിന്തുണ ഐഷ പോറ്റിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്നു. 2016 അതുപോലെ അവരെ വെട്ടാൻ ശ്രമിച്ചു, എന്നാൽ അതും വിജയിച്ചില്ല. പക്ഷേ 2021 അവർ വിജയിച്ചു. ഐഷ പോറ്റിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയും പകരം KN ബാലഗോപാൽ ആ സ്ഥാനം കൊട്ടാരക്കര മണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. പിന്നീട് നാം കാണുന്നത് നിരന്തരം ഐഷ പോറ്റി തുടങ്ങി വെച്ച പല പദ്ധതികളും പിന്നീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അവിടെ നിന്നെല്ലാം ആ മുൻ MLAയെ ഒഴിവാക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. പാർട്ടിക്കുള്ളിൽ അവർ വളരെ പെട്ടെന്ന് അനഭിമതയായി. അവരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ചിലരുടെ മാത്രം കൈകളിലായി കൊട്ടാരക്കരയിലെ പാർട്ടി. അത് കൊട്ടാരക്കരയുടെ മാത്രം സ്വഭാവമല്ല, കേരളത്തിലെമ്പാടും അങ്ങനെയാണ്. പിണറായിസം പാർട്ടിക്കുള്ളിൽ കൊടികുത്തി വാഴാൻ തുടങ്ങിയപ്പോൾ തീരുമാനമെടുക്കുന്ന ചില ആൾക്കാരുടെ കൈകളിലൂടെ പാർട്ടി ചലിക്കുന്ന അവസ്ഥയെത്തി. അതാണ് ഐഷ പോറ്റിയെ പോലെയുള്ളവർ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാൻ കാരണം. അങ്ങനെ പാർട്ടിയിൽ നിന്ന് അകന്നു നിന്ന അവർ ഏറെക്കാലം ഒന്നും മിണ്ടിയില്ല, ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. ഈ പറയുന്നത് പോലെ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാകാൻ അവർ പോയില്ല. പോയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ അവർ മന്ത്രിയായിട്ട് ഇരുന്നേനെ. ഏതെങ്കിലും ഒരു ഈ പറഞ്ഞതുപോലെ പിണറായിസത്തിന് കുട പിടിച്ചുകൊണ്ട് പിണറായി ഗ്രൂപ്പിനൊപ്പം അവർ 2006 മുതൽ നിന്നിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇന്നൊരു മന്ത്രിയായിട്ട് വിരാജിക്കാമായിരുന്നു. പക്ഷേ അതിന് അവർ തയ്യാറായില്ല. പകരം തനിക്ക് ശരിയെന്ന് ഉറപ്പുള്ള, ശരിയെന്ന് പരിപൂർണ ബോധ്യമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായി പ്രവർത്തിച്ചു, ജനങ്ങളോടൊപ്പം. അതാണ് ഐഷ പോറ്റി എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യത്യസ്തത, വിസ്മയം. VD സതീശൻ ചൂണ്ടിക്കാട്ടിയ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം ഐഷ പോറ്റി തന്നെയാണ്. അങ്ങനെ അവർ പാർട്ടിയിൽ നിന്ന് 2021 ശേഷം അകന്നുപോയി, മാറി നിന്ന അവർ വലിയ സമ്മർദ്ദങ്ങൾ അവർക്ക് നേരെ ഉണ്ടായി. ജനങ്ങൾ അവരോടൊപ്പം നിന്നു. അവരെ തിരിച്ചു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ജനകീയമായ വലിയ പിന്തുണ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഐഷ പോറ്റി ഇന്ന് വീണ്ടും തിരിച്ചു രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത്. അവർ ഇന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിനോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ സൈബർ വെട്ടുകിളിക്കൂട്ടം, ഈ ഇടങ്ങളിലെ സൈബർ വെട്ടുകിളിക്കൂട്ടം വർഗവഞ്ചകിയെന്നും ഒക്കെ പറഞ്ഞ് എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ച് അതീവ മ്ലേച്ഛമായ ഭാഷയിൽ, അവരുടെ തന്നെ ശൈലിയിൽ പറഞ്ഞാൽ മ്ലേച്ഛമായ ഭാഷയിൽ അവരെ ആക്രമിക്കുന്ന കാഴ്ച ഇന്ന് തൊട്ട് നമുക്ക് കാണാം, ഇതാ ഈ നിമിഷം തൊട്ട്. എന്നാൽ അതൊന്നും തനിക്കൊരു പ്രശ്നമല്ല. താൻ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. രാഷ്ട്രീയ, ജാതി, മത, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ താൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കാനുള്ള അവസരം കോൺഗ്രസ് തന്നാൽ അവരോടൊപ്പം നിൽക്കും എന്ന് മാത്രമാണ് അവരുടെ മറുപടി. വളരെ സമയോചിതമായി, സ്വതസിദ്ധമായ ശൈലിയിൽ, വളരെ പക്വതയോടുകൂടി, വളരെ പാകതയോടുകൂടി അവർ തൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഒളിച്ചോടാൻ തയ്യാറല്ല. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളോടൊപ്പം ജനകീയമായി പ്രവർത്തിക്കും എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചുവടുവച്ചിരിക്കുന്നത്. നേരത്തെ റജി ലൂക്കോസ് BJPയിലേക്ക് പോയതുപോലെ മറ്റൊരു വലിയ അടികൂടി, മുഖമടച്ചുള്ള പ്രഹരമാണ് CPMന് കിട്ടിയിരിക്കുന്നത്. റജി ലൂക്കോസ് ഒരു ജനപ്രതിനിധി ആയിരുന്നില്ല.
ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന CPM-ന്റെ വക്താവായിരുന്നു, CPM-ന് വേണ്ടി പോർവിളി നടത്തിയിരുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ഐഷ പോറ്റി അങ്ങനെയല്ല. ഹാട്രിക് വിജയത്തോടുകൂടി 3 ടേം MLA ആയിരുന്ന് കൊട്ടാരക്കരയിൽ ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ പതാക പറപ്പിച്ച വ്യക്തിയായിരുന്നു. അത് കൊട്ടാരക്കര എന്നാൽ ബാലകൃഷ്ണപിള്ള, ബാലകൃഷ്ണപിള്ള എന്നാൽ കൊട്ടാരക്കര എന്ന മുദ്രാവാക്യത്തെ, ആ തിട്ടൂരത്തെ വലിച്ചു കീറിയെറിഞ്ഞുകൊണ്ട് അവിടെ CPM-ന് ശക്തമായ ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ ഉറച്ച കാൽവെപ്പ് അവിടെ നടത്താൻ ഐഷ പോറ്റിയിലൂടെയാണ് സാധിച്ചത്. അങ്ങനെ നടത്താൻ സഹായിച്ച വ്യക്തിയാണ് ഐഷ പോറ്റി. ആ ഐഷ പോറ്റിയാണ് ഇന്ന് പാർട്ടിയെ വിട്ടിട്ട് അവരുടെ ചിരവൈരിയായ, അതായത് CPM-ന്റെ ഏറ്റവും വലിയ ശത്രുവായ കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നത്. ഇതിന്റെ എഴുതാപ്പുറങ്ങൾ വായിച്ച് മെനക്കെടാൻ പാർട്ടി നിൽക്കണ്ട. നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. നിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണികൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. റെജി ലൂക്കോസ്, ഐഷ പോറ്റി, അടുത്തത് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ഐഷ പോറ്റിയെ വെട്ടിനിരത്താൻ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ കാണിച്ച മിടുക്ക് വളരെ വലുതാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 ഏപ്രിൽ മാസം നടക്കുന്ന വോട്ടെടുപ്പും അതിനെ തുടർന്ന് വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഐഷ പോറ്റി ആരായിരുന്നു, എന്തായിരുന്നു, അവരുടെ വലുപ്പം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പാർട്ടി കേഡറുകൾ, പാർട്ടി ക്ലാസ്സുകളിൽ പാർട്ടി നേതാക്കൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മാത്രമല്ല ജനാധിപത്യത്തിൽ ഉള്ളത് എന്ന് CPM ഇനിയെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാകണം. പക്ഷേ ഉപ്പുവച്ച കലം പോലെ പാർട്ടി കേരളത്തിലെമ്പാടും തകർന്നടിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഐഷ പോറ്റിയുടെ ഈ ചുവടുമാറ്റം.